അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ദുനിയാവിലുള്ള ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമായി തീരണമെന്ന്. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിനെല്ലാം നമ്മെ സഹായിക്കുന്ന ഒരു മഹത്തായ ഇസ്മിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം വേണം എന്നുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വീട്, നല്ലൊരു കാറ്, നല്ല സ്നേഹമുള്ള ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ്, അതേപോലെ തന്നെ ബുദ്ധിയും സന്തോഷവും സമാധാനവും ആരോഗ്യവുമുള്ള ഒരു കുടുംബം, നല്ല മക്കള്, മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ, ഉയർന്ന വിദ്യാഭ്യാസം, ജോലി, വിദേശ യാത്രകള്, ഇതൊന്നും സ്വപ്നം കാണാത്തവരും ആഗ്രഹിക്കാത്തവരും ആരും നമുക്കിടയിൽ ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ. ഇതിൽ ചില കാര്യങ്ങൾ ഉള്ളവരുണ്ടാകും, എന്നാൽ മറ്റു ചില കാര്യങ്ങൾക്ക് ഒരുപാട് പ്രയത്നിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനല്ലാഹു തആല ആണല്ലോ. ഇതെല്ലാം നമുക്ക് എത്തിച്ചു തരാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഒരു ചെറിയ ഇസ്മ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും സൗഭാഗ്യങ്ങളുമെല്ലാം നമുക്കെല്ലാം ചോദിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയണ്ട. ഇൻഷാ അല്ലാഹ് ഹജ്ജ് മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും പുതിയൊരു തുടക്കമാവട്ടെ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് തന്ന് അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന മഹത്തായിട്ടുള്ള ഒരു ഇസ്മ തന്നെയാണിത്. എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവൻ എന്നർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ. ഇത് പരിശുദ്ധമായിട്ടുള്ള സുബ്ഹി നിസ്കാര ശേഷം 114 വട്ടമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ആരുടെ ജീവിതത്തിലാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ടത്, ആരുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ കാണേണ്ടത്, എന്നാൽ അവരിത് ചൊല്ലിക്കോളൂ. യാ ജാമിയോ യാ അല്ലാ, യാ ജാമിയോ യാ അല്ലാ എന്ന ഇസ്മാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. അവൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അവൻ്റെ മുന്നിൽ എത്തപ്പെടും. അതുപോലെ തന്നെ സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കും. ഇങ്ങനെ സകല സൗഭാഗ്യങ്ങളും അള്ളാഹു സുബ്ഹാനല്ലാഹു തആല നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് യാ ജാമിയോ യാ അല്ലാ എന്ന ഇസ്മ നിങ്ങൾ പതിവാക്കിക്കോളൂ. അതുപോലെ തന്നെ ഇത് നിങ്ങൾ പതിവാക്കിയാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സന്തോഷം വർദ്ധിക്കും. അതേപോലെ തന്നെ അകന്നു കഴിയുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്കിടയിൽ ഐക്യമുണ്ടാക്കാനും ഈ ഇസ്മ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഈ അമൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ പതിവായി ചൊല്ലിയാൽ നിങ്ങളെ ഏത് കാര്യവും നടന്നു കിട്ടുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളുമെല്ലാം നിങ്ങളെ ജീവിതത്തിൽ വന്നു ചേരാൻ നിങ്ങൾ നിത്യമായി ചെയ്യുന്ന എല്ലാ അമലുകളുടെയും കൂടെ യാ ജാമിയോ യാ അല്ലാ എന്ന ഇസ്മ നിങ്ങൾക്ക് കഴിയുന്ന എത്രയാണോ നിങ്ങൾ ചൊല്ലാൻ കഴിയുക അത്രയും തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.